വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണമെന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. സുപ്രീംകോടതി വിധിയെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു. മൌലികാവകാശം ഉറപ്പാക്കുന്ന വിധി എന്നതാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. 3 വകുപ്പുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ ചരിത്രത്തിൽ പോലും കാണാത്ത രീതിയിൽ പാർലമെന്റ് പാസാക്കിയേക്കുന്ന ഒരു നിയമം അത് ഇടക്കാല ഉത്തരവിൽ കൂടെ സുപ്രീം കോടതി അതിന്റെ 3 വകുപ്പുകൾ തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നു. മറ്റു പല വകുപ്പുകളിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാര മാർഗമായിട്ട് സുപ്രീം കോടതി പറയുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അത് പ്രാവർത്തികമാക്കാൻ പാടുള്ളൂ എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി ഏത് നിയമവും ഭേദഗതി ചെയ്യാം, എന്ത് ജനാധിപത്യ അവകാശവും അടിച്ചമർത്താം, ഓരോ ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ മുഴുവൻ ഇടപെടാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നലിന് ഒരു പരിസമാപ്തി ആവുന്ന വിധിയാണിത്. കോൺഗ്രസും CPIM-ഉം വിധിയെ സ്വാഗതം ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായുള്ളത്. ബൽറാം, ഇതിൽ ഇപ്പോൾ ഹാരിസ് ബീരാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഹർജിക്കാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില ആശങ്കകൾ, അതെല്ലാം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഒരു ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരിക്കുന്നു ഭാഗികമായി എന്നുള്ളത് പറയുമ്പോഴും അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കോടതി പരിഗണിച്ചു, അതിലൂടെ നടപടി ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയല്ലേ നമ്മൾ ഈ ഇടക്കാല ഉത്തരവിനെ കാണേണ്ടത്? അനുജ, വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരത്തിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ആ നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യുന്ന നടപടിയും ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിലൊരു സുപ്രധാനമായ നടപടിയാണ് അല്ലെങ്കിൽ വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹർജിയിൽ ഹർജിക്കാർ പ്രധാന ആശങ്കയായി ഉയർത്തി കാണിച്ച അല്ലെങ്കിൽ വിവാദമായിരുന്ന ഈ ഒരു നിയമത്തിലെ വ്യവസ്ഥകൾ തന്നെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വഖഫിലേക്ക് ഒരാൾ ഭൂമി നൽകുന്നതിന് വേണ്ടി അയാൾ 5 വർഷമായി ഇസ്ലാം മതം ആചരിച്ചിരിക്കണം എന്നുള്ള വ്യവസ്ഥ അതിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെയാണ് ഈ സ്റ്റേ. ഒപ്പം തന്നെയാണ് സർക്കാർ ഭൂമി വഖഫിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന തർക്കമുടലെടുക്കുമ്പോൾ അത് സർക്കാരിൻ്റെ നിയുക്ത ഉദ്യോഗസ്ഥന് അക്കാര്യത്തിൽ തീർപ്പ് ആക്കാം എന്നുള്ള വ്യവസ്ഥ ഇതും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഒരു എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അനുവാദം നൽകാനാകില്ല എന്നും അധികാര വിഭജനത്തിൻ്റെ ലംഘനമാകും അത് എന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിലൂടെ ട്രൈബ്യൂണലുകളുടെ അധികാരം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിലൂടെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം വഖഫ് ബോർഡുകളിലേക്ക് അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. എന്നാൽ സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. കേന്ദ്ര വഖഫ് കൗൺസിലിൽ 4-ൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും ഒപ്പം തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 3-ൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥയല്ല എന്നും നേരത്തെയുള്ള നിയമങ്ങളിലും ഇത്തരത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുള്ള സുപ്രീം കോടതി ഈ രജിസ്ട്രേഷനുള്ള സമയപരിധി നീട്ടാനും തീരുമാനമായിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ് ഈ കേസിൽ പ്രധാനമായും ഹർജിക്കാർ എന്നുള്ളതും ശ്രദ്ധേയമാണ്. RJDയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും CPIM അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ നിയമം അതേസമയം നിയമം ഭരണഘടനാ ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ ആ വാദത്തിൽ എന്തായാലും പിന്നീടായിരിക്കും വിശദമായ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അനുജ, ഇതിൽ ബൽറാം, ഇതിൽ ഹർജിക്കാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ അമുസ്ലിങ്ങളായ അംഗങ്ങൾ പാടില്ല എന്നുള്ളത്. അത് പക്ഷേ അംഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്തിക്കൊണ്ട് അമുസ്ലിങ്ങളാകാം 3-ഉം 4-ഉം എന്ന തരത്തിലേക്ക് ബോർഡിലും കൗൺസിലും. അങ്ങനെ അതിനോടുള്ള ഈ ഹർജിക്കാരുടെ പ്രതികരണം എങ്ങനെയാണ്? അവർ പ്രത്യേകമായി അതിലെടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൽറാം?
അനുജ, ഈ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നതിനെതിരായ ഒരു പ്രതികരണം ആ ഘട്ടത്തിൽ നിയമത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ കാര്യത്തിൽ തടസ്സം ഉന്നയിച്ചിരുന്നു. ഇതിനെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. എന്നാൽ പിന്നീട് ഈ നിയമനിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. കോടതിയിലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ വഖഫ് ബോർഡുകളിലേക്ക് മുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥയ്ക്ക് റദ്ദാക്കണമെന്ന ആവശ്യവും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതി ഈ വിഷയത്തിൽ അതിന് അനുകൂലമായ ഒരു നിലപാട് എടുത്തിട്ടില്ല എങ്കിൽ പോലും കേന്ദ്ര വഖഫ് കൗൺസിലിലും ഒപ്പം തന്നെ സംസ്ഥാന ബോർഡുകളിലും ഉള്ള അംഗങ്ങളുടെ മുസ്ലിം അംഗങ്ങളുടെ എണ്ണം അത് പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേന്ദ്ര കൗൺസിലിൽ 4 പരമാവധി 4 ഒപ്പം തന്നെ സംസ്ഥാന ബോർഡുകളിൽ പരമാവധി 3 എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭാഗികമായി ആ ഒരു വിഷയത്തിലും അനുകൂലമായ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഈ കേസിലെ അന്തിമ വിധിയിൽ എന്നാൽ അനുകൂലമായ ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവാണ് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. 5 വർഷമെങ്കിലും വഖഫ് സമർപ്പണത്തിന് മുസ്ലിം ആയിരിക്കണമെന്ന ഭേദഗതി അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഹർജിക്കാരുടെ ഒരാവശ്യമായിരുന്നു ഇത്. ആരാണ് ഇസ്ലാം മത വിശ്വാസി എന്നത് നിയമപരമായി തീരുമാനിക്കുന്നത് വരെ ഇതിൽ സ്റ്റേ ഉണ്ടാകുമെന്നതാണ്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ നൽകിയ അധികാരം ആ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, അന്വേഷണ സമയത്ത് ഭൂമി വഖഫ് അല്ലാതാകുമെന്ന വ്യവസ്ഥ അതും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അന്വേഷണ കാലയളവിൽ ആ സ്വത്ത് അന്തിമ തീരുമാനം ആകുന്നത് വരെ വഖഫായി തുടരും എന്നുള്ളതാണ് ആ സ്റ്റേയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന ഭേദഗതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ പോലും അംഗങ്ങളുടെ എണ്ണം ബോർഡിലും കൗൺസിലിലും നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപൂർവമായ സാഹചര്യത്തിൽ മാത്രമേ പൂർണ്ണമായും ഒരു സ്റ്റേക്ക് സാധ്യതയുള്ളൂ എന്നുകൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ ഇടക്കാല ഉത്തരവിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.